വൈനിൽ നമ്മൾ ഫ്രൂട്ട്സും സ്പൈസസും ഒക്കെ ഇട്ട് ഹീറ്റ് ചെയ്താണ് മൾഡ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൾഡ് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മൾഡ് വൈൻ നമ്മൾ ഉണ്ടാക്കുന്നത് വൈനെല്ലാം കൂടെ ഹീറ്റ് ചെയ്തിട്ടാണ്, വൈനും സ്പൈസസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് വൈൻ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വൈൻ്റെ റെസിപ്പി ഉണ്ട്, ആ സെയിം വൈനാണ് റെഡ് വൈൻ, റെഡ് ഗ്രേപ്സ് വെച്ചിട്ടുള്ള വൈൻ. അടിയിലെ മട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 ലിറ്റർ വൈനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ പീസസ്, ഒരു 4 സ്ലൈസ് ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ ഓപ്ഷണലാണ്, ജിഞ്ചർ സാധാരണ ചേർക്കണം എന്നില്ല. എനിക്കിഷ്ടമാണ് ജിഞ്ചറിൻ്റെ ഫ്ലേവർ മൾഡ് വൈനിൽ. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് ചേർക്കും. കൂടാതെ സ്പൈസസ് ആയിട്ട് ഒരു സ്റ്റാർ അനീസ്, തക്കോല, ഒരു 3 ഗ്രാമ്പു, സിനമൺ, 2 കഷ്ണം സിനമൺ കൂടെ ചേർക്കുക. ഇതെല്ലാം കൊണ്ടൊന്ന് ഹീറ്റ് ചെയ്യാം. ഞാനൊരു മീഡിയം ഹീറ്റിലാണ് ഇടുന്നത്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വേണം. നമ്മൾ ഒരുപാട് ഇട്ട് വെട്ടി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് പോകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറയും. അപ്പോൾ നമ്മൾ ഒത്തിരി ഇട്ട് തിളപ്പിക്കത്തില്ല. ചെറിയ ഫ്ലെയിമിൽ സിമ്മർ ചെയ്താണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് സിമ്മർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ഈ വൈനിലേക്ക് ഇറങ്ങും, ഫ്രൂട്ട്സിൻ്റെയും സ്പൈസസിൻ്റെയും ഒക്കെ ഫ്ലേവേഴ്സ് ഇറങ്ങും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു 15 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ കിടന്ന് സിമ്മർ ആവണം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഈ മൾഡ് വൈൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. അത് ബ്രൗൺ ഷുഗർ ചേർക്കാം, മേപ്പിൾ സിറപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഹണി ചേർക്കാം. ഹണി ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് റെഡിയാണ്. ഒരു 15 മിനിറ്റ് സിമ്മർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹണി ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഹണി. മധുരം കണക്കാക്കി ഇടുക, നമ്മുടെ ആവശ്യത്തിന് മധുരം ചേർക്കാം. നമ്മളിവിടെ ഓറഞ്ച് മാത്രമാണല്ലോ ഫ്രൂട്ട്സ് ആയിട്ട് ചേർത്ത്. അതിന് പകരം ബെറീസ് ചേർക്കാം, ചെറീസ് ചേർക്കാം, പിന്നെ അങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഗ്രേപ്സ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. അതേപോലെ തന്നെ സ്പൈസസ് ആണെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള, നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കാർഡമം ഒക്കെ ചേർക്കാം. ഇത് റെഡിയാണ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസസിലേക്ക് മാറ്റാം. ഇതെപ്പോഴും തണുപ്പ് സമയത്ത്, ക്രിസ്മസിൻ്റെ സമയത്ത് നല്ല തണുപ്പാണല്ലോ. പുറത്തൊക്കെ നല്ല വിൻ്റർ ടൈം ആയതുകൊണ്ട് ആ സമയത്ത് ചൂടോടാണ്, ലെഫ്റ്റ് ഓവർ വൈൻ വെച്ചിട്ട് ചൂടോടാണ് ഇത് സെർവ് ചെയ്യാറ്. അരിച്ചിട്ടെടുക്കാം. ഞാൻ ജസ്റ്റ് ഇതിനകത്തുനിന്ന് തന്നെ എടുക്കുകയാണ്. നമ്മുടെ മൾഡ് വൈൻ റെഡിയാണ്. പിന്നെ സ്പൈസ്ഡ് വൈൻ അല്ലെങ്കിൽ ഗ്ലൂ വൈൻ എന്നൊക്കെ പറയും. ജർമ്മനിയിലൊക്കെയാണ് ഗ്ലൂ വൈൻ എന്ന് പറയും. അപ്പം നല്ല വിൻ്റർ സമയത്ത് പുറത്തൊക്കെ എപ്പോഴും ക്രിസ്മസിൻ്റെ ടൈമിൽ സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും യൂഷ്വലി ഇത് ചെയ്യുന്നത് ലെഫ്റ്റ് ഓവർ വൈനിലേക്ക് കുറേ ഫ്രൂട്ട്സും സ്പൈസസും ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന ഫ്രൂട്ട്സിനനുസരിച്ച് ഇതിൻ്റെ കളറും ഒക്കെ മാറും. ഇപ്പം നല്ല ബെറീസും ചെറീസും ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ നല്ല ഡാർക്കാവും. ഇവൻ ഫ്രഷ് ഗ്രേപ്സ് വേണമെങ്കിലും നമുക്കിതിനകത്തേക്ക് ഇടാം കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ കളർ നല്ല ഡീപ്പറാവും. അപ്പോൾ ഞാനിപ്പം ബേസിക് ഒരു മൾഡ് വൈൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്തത്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു പാർട്ടി നടത്തുമ്പോഴല്ലോ വലിയൊരു ഗ്രൂപ്പ് ഗസ്റ്റ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് മൾഡ് വൈൻ. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.